ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. വാസ്തവത്തിൽ അർജുനന്റെ വിവാഹം ഒരു ചതിയായിരുന്നു. ആദ്യ രാത്രി ബോധം കെട്ട് കിടക്കുന്ന വിഷയം ഞാൻ പരിശോധിച്ചപ്പോഴാണ് അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ആ വിവരമറിഞ്ഞ അർജുനൻ ആകെ തളർന്നു. ഉഷയെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഉപേക്ഷിച്ചു എന്ന വാർത്ത കേൾക്കാനുള്ള ശക്തി ആ ഹൃദയത്തിൽ ഉണ്ടാവുമോ എന്നാണ്. അതിനുശേഷമുള്ള അവന്റെ ജീവിതം നമുക്ക് ഊഹിക്കാവുന്നതിലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചിട്ടും അവനൊരു ബാച്ചലറായിരുന്നു. ഡോക്ടർ കൂട്ടുകാരന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയായിരിക്കും. നടക്കാൻ പാടാത്ത എല്ലാം നടന്നു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? സത്യത്തിലൊരു കാര്യം പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ പലരും അവനോടൊരു രണ്ടാം വിവാഹം കഴിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അവൻ ലതികയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു. അകത്തോട്ട് വരാമോ? ആരെ കാണിക്കാനാണ് ഈ ജാടയല്ല? നിന്റെ കഥയെല്ലാം ഇന്ന് നാട്ടിൽ പാട്ടാണ്. ഞാൻ വന്ന ശേഷം നിന്നെ ഒന്ന് കാണാൻ വേണ്ടി പലയിടത്തും തിരക്കി. വെറുതെ കാണാനല്ല, നിന്നെയും അവനെയും കൊന്നിട്ട് എനിക്ക് മരിക്കാൻ. ഒരു വേശ്യയുടെ സന്നദ്ധയാണെങ്കിലും ഈ കുഞ്ഞിനെ ഓർത്ത് ഞാനിപ്പോ പോകുന്നു. പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ തടയുന്നു. എന്താണെന്ന് പറയുന്നത്? ഞാനും ലതികയായിട്ടുള്ള ബന്ധം നിനക്കറിയില്ലായിരുന്നോടാ? അറിയാമായിരുന്നു. എന്നിട്ടാണോടാ റാസ്കൽ?
നല്ല പാർട്ടികളാ. എവിടെയായിരുന്നു ഇതുവരെ? എത്ര നേരമായി ഞങ്ങൾ നിങ്ങളെയും കാത്തു നിൽക്കുന്നു. വിവരറിഞ്ഞ ചീഫിനെ ഇന്നലെ രാത്രി ആരോ കടപ്പുറത്ത് വെച്ച് ആക്രമിച്ചെന്ന്. മീൻ പിടിക്കാൻ പോയവരെ ആശുപത്രിയിലാക്കിയത്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാ. പെട്ടെന്ന് സമയമായി. പെട്ടെന്ന് കേറിക്കോ. ഒന്ന് വേഗം കേറുക. ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലമ്മേ. 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി. മാറിക്കൊള്ളു. യെസ് കമിൻ. എല്ലാവരും ഉണ്ടല്ലോ. സംഭവം എങ്ങനെയാണെന്ന് നിനക്ക് തീരെ ഓർമ്മയില്ലേ? പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്ക് അല്ലേടാ. ആരെങ്കിലും കണ്ടാ തിരിച്ചറിയോ? അവര് മോക്കമൊക്കെ മറിച്ചിരുന്നു. ലതിക, കുഞ്ഞിന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, സുഖായിരിക്കുന്നു. എന്ത് വിവരമില്ലായ്മയാണെന്നറിയാമോ ശ്രീയേട്ടൻ ചെയ്തത്? വിധി മാറ്റി എഴുതാൻ ശ്രീയേട്ടന് കഴിയൂ. നിങ്ങൾക്കൊക്കെ പൊട്ടിത്തെറിക്കാം, ആവേശം കൊള്ളാം. പക്ഷെ എനിക്ക് ജീവിച്ചല്ലേ ഒക്കൂ. എന്റെ മോന് വേണ്ടിയെങ്കിലും. ആ സംഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഒരിക്കലും ശ്രീയേട്ടന്റെ പേര് പറഞ്ഞില്ല. അറിയപ്പെടാത്ത കുറെ ആളുകൾ അയാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. മോളെ, മോന് ഞാനൊരു അരഞ്ഞാണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് കെട്ടിക്കോട്ടെ. മോനെ, മക്കളെ. ആ മോളെ, അർജുനനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ മോളെ അവൻ രക്ഷപ്പെട്ടത്. ഏത് പരമദ്രോഹിയാണോ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത്? അർജുനന് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഞാൻ മോനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ? നമസ്കാരം. അർജുനൻ ഉണ്ടല്ലോ, വരൂ. അർജുന, അകത്തേക്കിരിക്കാം. ആ ശ്രീകുമാർ, ഇരിക്കൂ. അർജുൻ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. അർജുനെ കൊല്ലാൻ ശ്രമിച്ച ഞാനാണെന്ന കാര്യം നിങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു. ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവവും ശ്രീകുമാറിന്റെയും ലതികയുടെയും മനോവേദനയും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ശ്രീകുമാറിനെ തെറ്റുകാരനായി കാണാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതേ ചെയ്യുമായിരുന്നുള്ളൂ. ശ്രീയേട്ടൻ, ഞാൻ അർജുന്റെ വീട്ടിൽ പോയിരുന്നു. മോനെ വിട്ടുകൊടുത്തേ. വരൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഗ്രേസി, മോനെ ഒന്ന് നോക്കാവോ? ഞാൻ ഇപ്പൊ വരാം. മോനെ, കൊല്ലാൻ ശ്രമിച്ചവനോട് പക തോന്നാത്ത മനുഷ്യൻ വലിയവനാണ്. അയാളെ അടുത്തറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ
ഇങ്ങനെ പരിചയപ്പെടേണ്ടി വന്നതിൽ വിഷമം തോന്നി. അത് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്തതിലല്ല, മൊത്തത്തിലുള്ള അയാളുടെ പെരുമാറ്റം. അർജുനൻ നല്ലവനാണ് ലതി. പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആ മനുഷ്യനാണ്. പക്ഷെ അതിന് പരിഹാരം ചെയ്യാൻ അർജുനൻ തയ്യാറാണെങ്കിലോ? ശ്രീയേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പക്ഷേ ഇനിയൊരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ, അത് പോട്ടെ. ഞാൻ ഈ 15-ാം തീയതി തിരിച്ചു പോകും. അതിനു മുമ്പായി എന്റെ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുകയാണ്. അമ്മ തിരക്ക് പിടിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയുമാണ്. എനിക്ക് ലതിയോടൊരു അപേക്ഷയുണ്ട്. നീ വന്നു വേണം എന്റെ വിവാഹം നടത്തി തരാൻ, എന്റെ പെങ്ങളെ പോലെ. നീ വരില്ലേ? പെട്ടി എവിടെ വെച്ചുള്ളൂ? ഒരു ഉപകാരം ചെയ്യൂ, അമ്മാവിന്റെ വീട്ടിൽ നിന്ന് ഈ വീടിന്റെ താക്കോലൊന്ന് വാങ്ങിക്കൊണ്ടുവരൂ. അമ്പാട്ടല്ലേ? അതെ. ലതികെ, നീ എന്തിനാ താക്കോല് വെച്ചത്? ഇവിടെ താമസിക്കാൻ പോവാ? വരൂ. എത്ര നാളായി ഇവിടുന്ന് പോയിട്ടല്ലേ?
എന്റെ മോളെ. അമ്മേ ദാ ലതിക വന്നിരിക്കുന്നു. അമ്മേ ദാ ലതിക വന്നിരിക്കുന്നു. ലതിക. അല്ല ലതിയെ മൂപ്പര് വന്നില്ലേ? മൂപ്പർക്ക് ലീവ് കിട്ടിയില്ല. വാ. കായ അരിയണത് കുറച്ച് കനം കുറച്ച് അരിഞ്ഞോളൂട്ടാ. ഇത് തന്നെ കുറെ കനം കൂടി. എണ്ണ കുടിക്കും. പാത്രം ഇത് മതിയോ? നല്ലോണം തുടച്ചില്ലേ? തേങ്ങയെല്ലാം ചെലവില്ലേ? എന്നാ പച്ചമുളക് കൂടെ അരിഞ്ഞു വെച്ചേ. വല്യമ്മേ ഇത് കഴിഞ്ഞ് മഞ്ഞൾ പൊടിക്കണം കേട്ടോ. ഹലോ മിസ്റ്റർ അർജുനൻ, താങ്ക് യു ഫോർ യുവർ കമ്മിങ്. അവനെ ഉറങ്ങിപ്പോയോ? എന്താ ഇത്ര വൈകിയത്? ഞാൻ വഴിയിലൊരു ഫ്രണ്ടിനെ കണ്ടു. ഇത് മിസ്റ്റർ അർജുനൻ, കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ. അത് ശരി. അപ്പൊ നമ്മുടെ അരവിന്ദാക്ഷമൻ അറിയുമല്ലേ? മാരാത്തരവിന്ദാക്ഷമനൻ എനിക്കല്ലേ പരിചയമില്ല. വളരെ കാലം അദ്ദേഹം അവിടെ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. അങ്ങനെ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. രാവിലെ രക്ഷപ്പെട്ട നന്നായി. അച്ഛനായി ഭയങ്കര വസവാ. അവര് കൊണ്ടിരുന്ന ഇത് മുണ്ടും നേരിയതാ വാങ്ങിച്ചതേ. അമ്മേ, ഇതെന്റെ അമ്മ, ഇതാ അച്ഛമ്മ. അമ്മ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതാ അർജുനൻ, കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ, ലതികയുടെ ചീഫാ. നമസ്കാരം. ശ്രീ പറഞ്ഞിരുന്നു വരുമെന്ന്. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഞാൻ വഴിയിലൊരു ഫ്രണ്ടിനെ കണ്ടിരുന്നു. ആരാതെ? ലതികയുടെ ഓഫീസറാ അമ്മേ. ലതികയുടെ ഓഫീസർ. എന്താ? ഇനി ഇതെല്ലാം അങ്ങ് കൊണ്ടുവച്ചേക്കട്ടോ. ഇരിക്ക്. അല്ല കുറുപ്പേ, ആ പുറത്തിരിക്കുന്ന ചായ കൊടുത്തോ? കൊടുത്തല്ലോ. ലതികേ, ലതികേ, ഹലോ. ലതികേ, അർജുന് കുടിക്കാൻ എന്താ? കാപ്പിയോ ചായയോ എന്താ വെച്ചാൽ എടുത്തോണ്ട് വാ. അർജുന്റെ പെട്ടിയൊക്കെ എവിടെ? ഞാൻ ടി വിയിലൊരു മുറി എടുത്തു. അതെന്തു പണിയാ കാണിച്ച്? നമുക്കിവിടെ കൂടായിരുന്നല്ലോ. കുഴപ്പമില്ല, ഞാൻ രാവിലെ അമ്പലത്തിലെത്തിക്കോളാം. എനിക്ക് ചായ വേണ്ടായിരുന്നല്ലോ. എന്തോ? ഞാൻ ദേ വരുന്നു. ഒരു സെക്കൻഡ്, ഇപ്പൊ വന്നേക്കാം. ഉറങ്ങിപ്പോയി. ലതിക എപ്പോ വന്നു? ഞാൻ ഇന്നലെ എത്തി. എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ച് വരുമ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തിരിച്ചു പോകുമ്പോ അങ്ങനെ ആവരുന്ന ആഗ്രഹമുണ്ട്.
ലതികെ, ദേ മോനെ ഒന്ന് പിടിച്ചേ. വാ. ലതികെ, നിന്റെ പെട്ടി ബാഗെല്ലാം ഞാൻ വണ്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്തിനാ ഈ വാശിയും വൈരാഗ്യമൊക്കെ? നീ വണ്ടിയിലോട്ട് കയറി. ലതികെ, നീ കൂടെ കയറിക്കേ. എന്നായാലും നിങ്ങൾ ഒന്നാവേണ്ടവരല്ലേ, പിന്നെ എന്തിനാ ഇത്ര കടമ്പിടുത്തം? നീ അങ്ങോട്ട് കയറിക്കേ. കല്യാണ പെണ്ണവിടെ കാത്തു വെച്ച, നീ ഒന്ന് ഇങ്ങോട്ട് കയറിക്കേ. എന്താ കുട്ടിയെ ആലോചിക്കുന്നേ? ആ കാറിൽ കേറിക്കോളൂ. കേറാനേ പറഞ്ഞേ. മോർണിംഗ്. ലതികോട്ട് വന്നേ. അങ്ങോട്ട് കേറ്. യാനം അനന്തം അനന്തമോ കാലം ചിറകാലെഴുതും കഥയിൽ ഇടരും പടരും നിറനിറജാലം യാനം അനന്തം